വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കോൺ സൂപ്പാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 700 ml വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺ, പിന്നെ ഞാനിവിടെ കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനു വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമായ ഉപ്പ്, പിന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ആവശ്യമില്ല അരയ്ക്കുന്നതിന്, ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ആവശ്യമാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ അരച്ചു വച്ചിരിക്കുന്നതായ കോണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വെച്ചിരിക്കുന്ന കോണും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പ്, വെജിറ്റബിൾസ് എല്ലാം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് അധികം ഒന്ന് കുക്കാവണ്ട. സൂപ്പിന് കുറച്ചിങ്ങനെ കടിക്കുന്ന പോലെ ഇപ്പം നമുക്ക് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ വിനെഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഈ ഇരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു തിക്നെസ് മതിയാവും. പിന്നെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്
നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, തിക്കാവണം, ഈ സൂപ്പ് തിക്കാവണമെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി. കോൺഫ്ലോർ കൂട്ടിയും കുറച്ചും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് അറിയിക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.